രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എനിക്ക് ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് തേക്കാൻ. എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് പണി ചെയ്യുമ്പോൾ ഒത്തിരി പാത്രങ്ങൾ ഞാൻ എടുക്കും, എല്ലായിടത്തും ഇങ്ങനെ നിരത്തി. എന്നിട്ട് പാത്രമൊക്കെ തേച്ച് പിന്നെ നമ്മുടെ കഞ്ഞി തിളപ്പിച്ച് അതിനകത്ത് വാങ്ങി വെക്കോട്ടെ. വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോറ് വാങ്ങി വെച്ചിട്ട് കപ്പളങ്ങ എനിക്കും പൊന്നൂസിനും ഭയങ്കര ഇഷ്ടം. ചേട്ടയ്ക്ക് അത്ര വലിയ പ്രിയമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഒരു കപ്പളങ്ങ ഫുള്ളും എടുത്തു. അത് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കപ്പളങ്ങ ഇഷ്ടമായതുകൊണ്ട് അതൊന്നും ആവില്ലാന്ന്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ച് അലക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് കുളിച്ച് അലക്കി ഇറങ്ങി വന്നു. എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് പനി, ഞാൻ ഡെയിലി പറയുന്നതാണ് പനി. അതുകൊണ്ട് കുളി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ അതുകൊണ്ട് ഞാൻ ചടപടേന്ന് പണി തീർത്തോട്ടെ. ചോറപ്പോഴത്തേക്കും വെന്തണ്ടായിരുന്നു, അത് വാർത്തു. പിന്നെ അരിഞ്ഞ് വെച്ച കപ്പളങ്ങ ഞാൻ ഒത്തിരി മസാലയൊന്നും ഇടില്ല. കപ്പളങ്ങ എനിക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം, ഇച്ചിരി കടുക് വറുത്ത അങ്ങനെ മെഴുക്കുവരട്ടി പോലെ അങ്ങനെ വെക്കണേട്ടോ എനിക്കിഷ്ടമല്ല. അതിന് തേങ്ങ അരച്ചൊന്നും വെക്കണ ഇഷ്ടമല്ല. ഇങ്ങനെ ചുമ്മാ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാനും പൊന്നൂസും ഒത്തിരി ചോറിനും, പൊന്നൂസാണേലും കറി തന്നെ കോരി തിന്നും, കുറേ തിന്നും. അങ്ങനത്തെ ബാക്കി അലക്കി ഏകദേശം ഉണങ്ങി എന്നുള്ളൊരു പരുവത്തിലെത്തുമ്പോൾ റൂമിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാനതൊക്കെ തലേദിവസം അലക്കണ തുണിയൊക്കെ ഞാനിങ്ങനെ വിരിച്ചിടും. പിന്നെ ഉണങ്ങിയതൊക്കെ ബാലൻസ് എടുത്ത് മടക്കി വെച്ചു. അപ്പോഴത്തേക്കും പൊന്നൂസിനെ വിളിക്കാനുള്ള സമയമായിട്ടോ. പിന്നെ ഓടി ഇറങ്ങി താഴെ പോയി നിന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ച സമയത്ത് സഹിക്കാൻ പറ്റില്ലാത്ത പോലത്തെ ചൂടാട്ടോ. എന്നിട്ട് പിന്നെ ഞാനും പൊന്നും ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ പനിക്കാൻ തുടങ്ങി, കയറി കിടന്നു.